അപ്പോൾ സോപ്പ് സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറേ ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു വീഡിയോ കേട്ടോ. അതായത് അലക്കട സോപ്പ് എങ്ങനെ ഉണ്ടാക്കട്ടേന്ന്. അലക്കട സോപ്പ് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വീട്ടിൽ ഉപയോഗിച്ച വെളിച്ചെണ്ണകൾ ഉപയോഗിക്കാം. അതിന് കാറ്ററിങ്ങിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വെളിച്ചെണ്ണകൾ, അതായത് കോഴി വറുത്തത്, അതേപോലെ ഉപ്പേരി വറുത്തത്, ആ വെളിച്ചെണ്ണകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് അലക്കട സോപ്പ് ഉണ്ടാക്കട്ടെ. നമ്മുടെ വീട്ടിലുള്ള എണ്ണകളൊന്നും നമുക്ക് കുഴപ്പമില്ല. മേടിക്കുന്ന സോപ്പൊക്കെ ഒരു അതായത് മേടിക്കുന്ന സോപ്പുകളൊക്കെ മൃഗക്കൊഴുപ്പുകളൊക്കെ അടങ്ങിയിട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ കൈക്ക് അലർജി ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ കാസി സോഡയുടെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സോപ്പാണ് അലക്ക് സോപ്പ്. അതായത് നമ്മളതിൽ വെളിച്ചെണ്ണ, പാം ഓയിൽ മാത്രമേ ചേർക്കുള്ളൂ. പിന്നെ കാസി സോഡ, കളറ്, പിന്നെ അതിൽ സിൽക്കേറ്റ്. ഓക്കെ, അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ സിമ്പിളായിട്ട് ഇരുന്ന് ഉണ്ടാക്കാം. അതായത് നമ്മൾ വെറുതെ സോപ്പ് കാശ് കൊടുത്ത് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല സോപ്പ് നമുക്ക് ഉപയോഗിക്കാം. അതായത് കൈമ ചിലവരൊക്കെ പറയും കൈമ അലക്ക് സോപ്പൊക്കെ മേടിക്കുന്ന സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ കൈമത്തെ തൊലി പോണ് എന്നൊക്കെ പറയും. അതായത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ തന്നെ പറയും ഇത് കണ്ട് കൈമത്തെ തൊലി പോണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നല്ല സോപ്പ് ഉണ്ടാക്കാം. അതായത് കുറച്ച് ഓയിലും കുറച്ച് വെളിച്ചെണ്ണ, അതായത് നമുക്ക് ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് വറുത്ത വീട്ടിൽ ഉപയോഗിച്ച ഓയിൽ മതിയിട്ട്. അത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയും പാമോയിൽ ഒഴിച്ചിട്ടാണ്. അതന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ പാമോയിൽ ഒഴിച്ചുണ്ടാക്കാം. പാമോയിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചാൽ നമുക്ക് കുറച്ച് പത കൂടുതൽ കിട്ടും. ഓക്കെ, അതേപോലെ അതിലേക്ക് എന്തായാലും വെള്ളം ചേർക്കണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നമുക്ക്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അലക്ക് സോപ്പ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടിപൊളി വീഡിയോയ്ക്ക് കിടത്താലോ. ഓക്കെ, നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു 1300 മില്ലി വെള്ളം, അതിൽ 250 ഗ്രാം കാസി സോഡ ഇട്ടിട്ട് ലയിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഇന്നലെ ഞാൻ വെച്ചതാണ്. ഇപ്പോൾ 6-7 മണിക്കൂർ അതിൻ്റെ. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യം ഒരു 500 ഗ്രാം സ്റ്റോൺ പൗഡർ, പിന്നെ ഒരു 750 ഗ്രാം സിൽക്കേറ്റ്, സോഡിയം സിൽക്കേറ്റ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ എണ്ണ 1400 ഗ്രാം എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1400 ഗ്രാമിൽ 700 ഗ്രാം വെളിച്ചെണ്ണയും 700 ഗ്രാം പാം ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് കളറ്, സ്മെല്ല്, ഇത്ര വേണ്ടു. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മളിതിലേക്ക് സ്റ്റോൺ പൗഡർ ഇടാം. സ്റ്റോൺ പൗഡർ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് അപ്പോൾ നമ്മളതിൽ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ, സ്റ്റോൺ പൗഡറും പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ. ഇനി നമ്മൾ സിൽക്കേറ്റായിട്ട് ചേർക്കണം. ഒരു 750 ഗ്രാം സിൽക്കേറ്റ്. നമ്മൾ 1 കിലോനാണ് മേടിച്ചാൽ 750 ഗ്രാം നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ സിൽക്കേറ്റ്. നമ്മളൊരു പെർഫ്യൂം ചേർക്കുന്നുണ്ട്. പെർഫ്യൂം ഒരു 50 മില്ലി ചേർത്തു കേട്ടോ, നല്ല സ്മെല്ലുണ്ടാവുള്ളൂ. കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 ഗ്രാം കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 ഗ്രാം എന്ന് പറയുന്നത് ഏകദേശം. ഇതൊക്കെ ചേർക്കുന്നത് നമ്മൾ കാസി സോഡ ആഡ് ചെയ്യുന്നതിന് മുന്നേ കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചേർക്കുന്നത് മനസ്സിലായില്ല. ഇപ്പോൾ വെളിച്ചെണ്ണ ഒരു 700 ഗ്രാം, പാം ഓയിൽ 700 ഗ്രാം, പിന്നൊരു 500 ഗ്രാം സ്റ്റോൺ പൗഡർ, അതായത് ടാക്കൺ പൗഡർ. അത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ സിൽക്കേറ്റ് ചേർത്തു. എത്ര? 750 ഗ്രാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ സ്മെല്ല് ചേർത്തു. ഓക്കെ, സ്മെല്ല് നമ്മളൊരു 50 മില്ലി സ്മെല്ലും ഒരു 2 ഗ്രാം കളറും കേട്ടോ. പിന്നെ നമ്മൾ നന്നായി മിക്സ് ചെയ്യുക. അതായത് കാസി സോഡ ഒഴിക്കാൻ മുന്നേ മിക്സ് ചെയ്ത് റെഡിയാക്കി വയ്ക്കും. ഇനി നമ്മൾ ഈ കാസി സോഡ ഒഴിക്കാൻ പോകാം കേട്ടോ. നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോഡ കേട്ടോ, നമ്മൾ മറ്റേ സോപ്പ് ഉണ്ടാക്കണ പോലെ അല്ലാട്ടോ ഇതിൽ ചേർക്കുന്നത്. ഇതിലൊക്കെ വ്യത്യാസമാണ്. ഒക്കെ നന്നായി മിക്സ് ചെയ്തോ കേട്ടോ. കട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ നമ്മുടെ അലക്ക് സോപ്പൊക്കെ റെഡി ആയിട്ട് കേട്ടോ. ഇനി നമുക്കത് നമ്മുടെ ട്രയലിലേക്ക് ഒഴിക്കാം. ഇതിന് പ്രത്യേകിച്ച് മോൾഡൊന്നും വേണ്ട, ഒരു ട്രയലിലേക്ക് ഒഴിച്ചാൽ മതിട്ടാ. ഇനിയിപ്പോൾ മോൾഡൊന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മോൾഡോടെ ട്രയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അരിക്കാണ്ട് ഒഴിക്കാം. ഒരു ദോശമാവിൻ്റെ കനക്കി ആകുമ്പോൾ ഒഴിച്ചോ. കാണാൻ വലിയ ഭംഗിയും ഇതൊന്നും വേണ്ട, നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാനത് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. ഞാൻ ഈ സോപ്പ് അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ വീട്ടിൽ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കാറുള്ളൂ. അല്ലാണ്ട് സോപ്പൊക്കെ റെഡി ഉണ്ട് കേട്ടോ. അതൊക്കെ തട്ടി കൊടുത്തോ, ബബിൾസ് തന്നെ പോയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടില്ലേ ഇനി നമ്മുടെ അലക്ക് സോപ്പ് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഇനി നമ്മളതിലേക്ക് റബ്ബിങ് ആൽക്കഹോൾ അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സോപ്പ് റെഡി ആയിട്ട് ഇനി നമ്മളത് ഒരു 12 മണി നമ്മുടെ സോപ്പൊക്കെ റെഡി ആയിട്ട് നന്നായി കട്ടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മോൾഡിൽ നിന്ന് അയച്ചെടുക്കാം. ഓക്കെ, നമുക്ക് പതുക്കെ സൈഡൊക്കെ
നോക്കൊന്നും വേണ്ട. അത് ഇത്തിരി ഫിനിഷിങ് കുറവൊക്കെ ഉണ്ടാവും, നോക്കണ്ട. അത് നമ്മൾ എല്ലാ കടലാസും അവിടെ നിന്ന് മാറ്റാട്ടാ. ബട്ടർ പേപ്പറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ടറിൽ വെച്ചിട്ടൊന്നുമില്ല കട്ട് ചെയ്യുന്നത്, നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഡിസൈൻ ഇതൊന്നും വേണ്ടല്ലോ, നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം, ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ. ഓക്കെ, നമ്മൾ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ കത്തി കൊണ്ടായാലും കട്ട് ചെയ്തെടുത്താൽ മതി, സ്ക്വയറൊന്നും വെക്കേണ്ടതൊന്നുമില്ല, സ്ക്വയർ പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ് അലക്ക് സോപ്പ്. അതേപോലെ ഓയിൽ സോപ്പും ഇതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കറക്റ്റായിട്ട് എത്രയൊക്കെ അളവ് വേണമെന്നൊക്കെ. അതേപോലെ അങ്ങോട്ട് ചെയ്താൽ മതി, അപ്പോൾ കറക്റ്റായിട്ട് സോപ്പ് ആയിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളൊരു കളർ ചേർക്കുക. കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല, സ്മെല്ല് ചേർക്കുക. വൈറ്റ് സോപ്പ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഇത്തിരി കളറായിക്കോട്ടെ വെച്ചിട്ട് കളറാക്കിയത് കേട്ടോ. ഇതിപ്പോൾ ഓരോ സോപ്പ് 100-150 ഗ്രാമൊക്കെ ഉണ്ടാവും നല്ല കട്ടിൻ്റെ സോപ്പിന്. അപ്പോൾ 10-25 സോപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, നല്ല കട്ടീൻ്റെ സോപ്പിന്. അതേപോലെ നമ്മൾ ഈ 30 ദിവസം അതിൻ്റെ പീരീഡ് ടൈം മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതിൻ്റെ കാസി സോഡ ഇതൊക്കെ പോയി ഓയിൽ കണ്ടൻറ്റ് മാത്രമായി കിട്ടണം. ഓക്കെ, നമ്മളിങ്ങനെ കത്തി കൊണ്ട് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ കണ്ടില്ലേ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് അലക്കണ സോപ്പ് ഉണ്ടാക്കി എല്ലാവരും സ്വന്തമായിട്ട് അലക്കാം. ഓക്കെ പോട്ടാ. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് നമ്മൾ അലക്ക് സോപ്പ് ഉണ്ടാക്കണതെന്ന്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു മണിക്കൂർ മാറ്റി വെച്ചാൽ മതി നമുക്ക് ഒരു അലക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട്. അതായത് ഒരു 5 കിലോ ഉണ്ടാക്കാം. ഒരു 2 മാസം 3 മാസമൊക്കെ സോപ്പ് ഉണ്ടാക്കാൻ പറ്റും സുഖമായിട്ട്. അപ്പോൾ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായാലും കുഴപ്പമില്ല, വീട്ടമ്മമാരായാലും കുഴപ്പമില്ല, ആർക്കായാലും ചെയ്യാം. ഞാൻ ജോലി കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.